നമസ്തേ. വിഷു സദ്യഫലം 2025 സ്വാഗതം. ഈ വിഷുവിന് വിദേശ രാജ്യങ്ങളിൽ നിന്നും അന്യനാടുകളിൽ നിന്നും നാട്ടിലെത്തുന്നവർക്ക് 3 തരം പായസം വരെ കഴിക്കാൻ യോഗമുണ്ടായേക്കും. ശർക്കര വരട്ടിക്കായി കാര്യങ്ങൾ അടിയിൽ കലാശിക്കാനുള്ള സാധ്യത ഏറെയാണ്. ആ വ്യക്തി നിങ്ങളാവാതിരിക്കാൻ ശ്രദ്ധിച്ചോളുക. വിഷു സദ്യ കഴിക്കാനായിട്ട് മറ്റൊന്നും കഴിക്കാതെ വയറ് കാലിയാക്കിയിട്ട് തയ്യാറെടുക്കുന്നവരോടാണ്. വായുകമ്പം മൂലം സദ്യ മുടങ്ങാതെ നോക്കിക്കൊള്ളുക. ഇനി അഥവാ ഇത്തരൊരു ഘട്ടം ഉണ്ടായാ അല്പം രസം സേവിക്കുന്നത് അത്യുത്തമമായിരിക്കും. ജിം റാറ്റ്സ് കഴിവതും വെള്ളയരിയിൽ നിന്നും അകന്നു നിൽക്കുക. ഇവർക്ക് എന്തുകൊണ്ടും ഈ കാലയളവിൽ മികച്ചത് കുത്തരിയോ മട്ടയരി ചോറോ ആണ്. സേമിയ പായസം അടുത്ത ദിവസത്തേക്ക് കരുതി വയ്ക്കുന്നത് ശുഭമായിരിക്കും. മധുരപ്രിയനാണേ. ഷുഗറാ, ശർക്കര ഇട്ടെടുക്കാം. അപ്പോ അടുത്ത ദിവസത്തേക്ക് കരുതി വെക്കുന്നത് ശുഭമായിരിക്കും. അമ്മമാരോടാണ്. പായസത്തിനായിട്ടേ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം. അടുക്കളയിൽ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തി ഇത് ചെയ്തില്ലെങ്കിൽ കണ്ണ് തെറ്റിയാൽ ഇവ അപഹരിക്കപ്പെടാനുള്ള സാധ്യത വളരെ അധികമാണ്. ഈ വർഷം കേരളമൊട്ടാകെ പല ജില്ലകളിലും പൊട്ടിയ പപ്പടത്തിന്റെ പേരിൽ ഉണ്ടാവുന്ന കലഹങ്ങൾക്ക് സാക്ഷിയായിരിക്കും. തെക്കൻ ജില്ലക്കാരുണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധ വെച്ചേക്കുക. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നത് അംഗഭംഗം ഉണ്ടാവുന്നതിൽ നിന്നും നിങ്ങളെ രക്ഷിച്ചേക്കും. വീഡിയോ തിരുമുമ്പ് ആ പായസം ഇങ്ങോട്ട് എത്തുവോ? ആ മയിലിന്റെ പായസം ഇൻസ്റ്റന്റ് മിക്സ് അവിടെ ഉണ്ട്, അതെടുക്കുക. എളുപ്പത്തിൽ പായസം തയ്യാറാക്കാം, നല്ല രുചിയും. അപ്പോ ജെൻസി പിള്ളേരോടാണ്. ഫോട്ടോഷൂട്ട് വല്ലതും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സദ്യക്ക് മുൻപേ ആക്കുക. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. കഴിവതും പാലടയും സേമിയയും കുടിച്ച് മത്താവുക. ഏവർക്കും മയിൽ ഫുഡ്സിന്റെ വിഷു ആശംസകൾ.